ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വപ്നാസ് ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. ഇത് നമുക്കൊരു 10 നിമിഷം കൊണ്ട് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. സാധാരണ കുട്ടികൾക്ക് മധുരക്കിഴങ്ങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കില്ല, അവർ വേണ്ടാന്നേ പറയുള്ളൂ. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു നോക്കിയാൽ അവർ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കും. പാത്രം കാലിയാവുന്നത് അറിയില്ല. അത്രയ്ക്കും ടേസ്റ്റാണ്. ഒരു സോസിൻ്റെ കൂടെ നമ്മളിത് വെച്ച് കഴിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി കാണാം വരും. ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1/2 കിലോ മധുരക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലവണ്ണം കഴുകിയിട്ട് ഞാൻ സ്റ്റീമറിലിട്ടിട്ട് നല്ലവണ്ണം വേവിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ കുക്കറിലിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ വരയ്ക്കും വെച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം വെന്ത് കിട്ടും. അങ്ങനെ വേവിച്ചെടുത്ത മധുരക്കിഴങ്ങ് തൊലി കളഞ്ഞ് നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ഉടച്ചെടുത്തത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഇട്ട് കൊടുത്തതിലേക്ക് ഇനി കുറച്ച് സാധനങ്ങൾ കൂടെ ചേർക്കാനുണ്ട്. ആദ്യം ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സവാള നല്ലോണം കൊത്തി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചധികം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി ഞാൻ പച്ചമുളകല്ല ചേർക്കുന്നത്, ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്. പച്ചമുളക് ആകുമ്പോൾ അത് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ അത് ചിലർക്ക് ഇവിടെ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാൻ അതിന് പകരം ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ പച്ചമുളകായാലും ചേർത്താൽ മതി. ഇത് ഞാനിപ്പോൾ 1 ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ്. ഈ കട്ട്ലേറ്റ് കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിലുള്ള ഈ മധുരക്കിഴങ്ങിലുള്ള വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ, അതിൽ തന്നെ നമുക്ക് ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ കുഴയ്ക്കാൻ പറ്റും. വേറെ വെള്ളം എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ മാവ് നല്ല വിധത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൽ നിന്ന് ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് കൈയുടെ വെള്ളയിൽ വെച്ച് ഇങ്ങനെ പരത്തി എടുത്തിട്ട് കുറച്ച് വടയുടെ ഷേപ്പിൽ മാതിരി ആക്കിയിട്ട് തട്ടിയെടുത്ത് ഇങ്ങനെ നമുക്ക് ഷേപ്പാക്കി എടുക്കാം. മീഡിയം തിക്നെസ് മതി, അധികം തിക്കായിട്ടുണ്ടെങ്കിൽ നല്ലതല്ല. ഇടത്തരം തിക്നെസ്സിൽ ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. അങ്ങനെ ഞാൻ ഓരോന്നും ഇങ്ങനെ തട്ടി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അത് ചൂടായപ്പോൾ അതിലേക്ക് ഇനി ഓരോന്നായിട്ട് നമ്മൾ തട്ടി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റുകൾ വെച്ച് കൊടുക്കാം. തീ കുറച്ച് വെക്കാനേ പാടുള്ളൂ. ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. ഹൈ ഫ്ലെയിമിലായിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ പാടില്ല. ഇത് ലോ ഫ്ലെയിമിലിരുന്ന് ഫ്രൈ ആവണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഭാഗം കൂടി ഫ്രൈ ആകുമ്പോൾ നമുക്കെടുത്ത് ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ ഞാൻ 2 ഭാഗവും നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. മധുരക്കിഴങ്ങ് ശരീരത്തിന് വളരെ നല്ലതാണല്ലോ. അപ്പോൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കഴിക്കും. എപ്പോഴും ഇങ്ങനെ പുഴുങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടില്ല. ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടും. ഡിഫറെൻ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും കഴിക്കും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. 2 ഭാഗവും നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാം. അങ്ങനെ എടുത്ത് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കിയെന്ന് അറിയോ? ഇത് മുമ്പേ നമ്മൾ വേവിച്ച് വെക്കേണ്ട ഒരു താമസമേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.